എനിക്ക്. അയ്യടാ. ഏയ് എന്താ ഒന്നുമില്ല. ആരെങ്കിലും കണ്ട? ആര് കാണാനാ? ഇവിടെ നീ എന്താ എവിടെ? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഓ അത് ശരി. ഇവനോടെ നിൽക്കട്ടെ, നിങ്ങൾക്കൊരു കൂട്ടാവും. ബേബിച്ചനൊരു സഹായം. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എനിക്ക് പണിയാവാതിരുന്നാ മതി. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ എങ്കിൽ. ഓക്കെ മൈ ബോയ്, ഞാൻ നാളെ രാവിലെ പോകും. ഇനി വരുമ്പോ കാണാം. ഓക്കെ ആയിക്കോട്ടെ. മെർലിൻ, പൂജ, ആ അതെ, നീ അവിടെ ചുറ്റിക്കറങ്ങി നടക്കാറുള്ളത് പോലെ ഇവിടെ ഇറങ്ങി നടന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പറഞ്ഞോക്ക് കേട്ടല്ലോ. Hey, look at this. Nice. Good morning. Good morning. നിന്റെ ഡാഡി എപ്പോ പോയടി? ഇപ്പൊ ബാംഗ്ലൂരിലെത്തി കാണും. ബേബിച്ചാ ഒരു ചായ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? ഞാനും വിവേകും ഇടയ്ക്ക് മുങ്ങിയത്. ഏയ്, അങ്ങേര് കരുതിക്കാണ് നിങ്ങൾ കുമ്പസാരിക്കാൻ പോയിട്ടുണ്ടാവുന്നു. ഒന്ന് പോടി. ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അങ്ങേരും കോളേജിലൊക്കെ എത്തിയത്. ഓ അല്ലേ പൂജ? വേണ്ട മോളെ, നമ്മുടെ തന്തപ്പടിയെ വെറുതെ വിട്ടേക്ക്. ഹേയ്, നിന്റെ ഒരു കമ്മൽ അവിടെ പോയടി? കിടക്കയിലെങ്ങാനും വീണാണു. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഡോണ്ട് കോൾ മീ എടാ, മൈ നെയിം ഇസ് നന്ദു. അല്ല അത് മനസ്സിലായി. മുട്ടേന്ന് വിരുന്നേന്തും പോരോന്ന് മുടുവാ നടക്ക്. നൗ യു ഫോളോ മീ, കം ഓൺ. തുമ്പിള്ളേരെ അടുത്തെത്തുമ്പോ ഇംഗ്ലീഷിലാണ് എന്റെ പരിപാടി അല്ലേ? കട്ടിലൊന്നും കാണാനില്ല. പാർട്ടിക്ക് മുമ്പെന്റെ കാതിലുണ്ടായിരുന്നതാ. എവിടെ പോയോ? നീയും വിവേകം ഗുസ്തി പിടിച്ചില്ലേ? ആ മുറി കാണും. ഇനി എവിടെ തരയാനാ? ലീവ് ഇറ്റ്, പോയത് പോയി. എന്നാലും ഇറ്റ്സ് വെരി കോസ്റ്റ്ലി യു നോ. പൂജ, രക്ഷയില്ല. ഞാൻ ഇവിടെ ഒക്കെ അരിച്ചു പെറുക്കി നോക്കി. മെർലിൻ പറഞ്ഞതായിരിക്കും ശരി. നീയും വിവേകൊന്നല്ല അതിനകത്തായിരുന്നല്ലോ ഗുസ്തി. അതിനകത്ത് തന്നെ ഉണ്ടാവും. വാ നമുക്ക് നോക്കാം. കുന്തം പോയാലേ കുടത്തിലും തപ്പണമെന്നാ.
എന്താന്ന് അറിയില്ല, ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നപ്പോ ക്ലോക്ക് താനെ കത്തുന്നു. കർത്താവേ, ആരെങ്കിലും ഉണ്ടോ അവിടെ? എന്താടി ആ മോട്ടർ ഒന്ന് ഓൺ ചെയ്യോ? പൈപ്പില് വെള്ളമില്ല. 1 minute. When the work's all done and the sunset low, pull out the fiddle and rosin up the bow. അല്ലടാ, ഞാൻ അന്ന് റെയിലിന്റെ അടുത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഒരു ദിവസം മംഗലാപുരം ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയായിരുന്നു. രാത്രി ഒരു 12-12 മണിയായി കാണും. ആ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യജീവി പോയിട്ട് ഒരു ചൊക്കിളി പട്ടി പോലും ഇല്ല. അപ്പൊ ചേട്ടനോ? വേണ്ട, ഇത് കേക്കടാ. പെട്ടെന്ന് പുറകുന്ന് എന്നൊരു വിളി. അത് 2 വിളിയല്ലേ? ഇത് കേക്കടാ. ഞാൻ ആദ്യം ഒന്നും ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പം ജീൻസ് ഇട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി. കർത്താവാണ് സത്യം. ശൃംഗാരഭാവത്തോടെ അവൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. ആദ്യം ഞാനൊന്നും മടിച്ചു. പിന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. നേരം വെളുത്തപ്പോൾ റെയിൽ പാളത്തിനടുത്ത് ഞാൻ കിടക്കുന്നു. എന്റെ ചാരിത്രം അവൾ അപഹരിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് 1 മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത കോളേജ് വിദ്യാർത്ഥിനിയാണ് അവളെന്ന്. അയ്യോ, ഈ വിരലിന്റെ ഡോസ് ഒന്ന് കൊറ. പിന്നെ പ്രേതം ജീൻസ് ഇട്ടിട്ടല്ലേ? അതും ചേട്ടന്റെ ചരിത്രമൊക്കെ അവിടെ എടുക്കാൻ. ചരിത്രല്ലടാ, ചാരിത്രം. രണ്ടും ഒന്ന് തന്നെ ഏട്ടാ. ചരിത്രം പോകുമ്പോ ചരിത്രവും. നീ ഒന്ന് ക്ഷമിക്കടാ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. എന്നാലും ഇത് വല്ലാത്തൊരാഗ്രഹമാണ്, അതും പ്രേതമായിട്ട്. അതറിയട്ടാ. പടിഞ്ഞാറ് ഏതോ വീട്ടിലുള്ള ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ കാണും. അയാളുടെ മട്ടും നോട്ടും ഒന്നും അത്ര പന്തിയല്ല. അത് നീ ഇതെവിടെ പോണു?
ഇതെന്റെ ആന്റി. പൂജ ഇത് കണ്ടോ, ഇതെന്റെ ആന്റി. ഇത് ആന്റിയുടെ മോള്. എന്താണ് നിന്റെ ചുണ്ട് ചോര? ഇവനിതെന്തു പറ്റി? ആ